നമ്മുടെ മലയാള സിനിമയിലെ പ്രശസ്തനായിട്ടുള്ള സംവിധായകനാണ് വൈശാഖ്. വൈശാഖ് ഏകദേശം 10ഓളം സിനിമകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും മലയാള സിനിമയിലെ മുൻനിര സംവിധായകരുടെ ലിസ്റ്റിൽ വൈശാഖ് ഇടം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതൊക്കെ സിനിമകളാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ആ സിനിമകളുടെ ഒക്കെ സ്റ്റാറ്റസ്, അതായത് എത്രത്തോളം സിനിമകൾ വിജയിച്ചിട്ടുണ്ട്, ഏതൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ നോക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. വൈശാഖിന്റെ കരിയറിൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് 2010 മെയ് മാസം 7-ാം തീയതി ഇറങ്ങിയ പോക്കിരാജ് എന്ന സിനിമ. മമ്മൂട്ടിയും പൃഥ്വിരാജും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആ ഒരു സിനിമ ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറി. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അതിന്റെ തൊട്ടടുത്ത വർഷം 2011 മെയ് മാസം 7-ാം തീയതി റിലീസായ സീനിയേഴ്സ് എന്ന സിനിമയാണ്. ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു. ജയറാം, കുഞ്ചാക്ക ബോബൻ, മനോജ് കെ ജയൻ, ബിജു മേനോൻ തുടങ്ങിയവരായിരുന്നു ആ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയും ആ ഒരു വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറി. പിന്നീട് മൂന്നാമതായിട്ട് ഇറങ്ങിയത് 2012 മെയ് മാസം 4-ാം തീയതി റിലീസായ മല്ലു സിംഗ് എന്ന സിനിമയാണ്. അതിൽ ഉണ്ണി മുകുന്ദനും, കുഞ്ചാക്ക ബോബനും, അതുപോലെ തന്നെ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. അടുത്ത് നോക്കുകയാണെങ്കിൽ 2013 ഏപ്രിൽ മാസം റിലീസായ ജനപ്രിയ നായകൻ ദിലീപിന്റെ സൗണ്ട് തോമ എന്ന സിനിമയാണ്. ആ ഒരു സിനിമയും ആ ഒരു വർഷത്തെ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. ഇനി അഞ്ചാമതായിട്ട് നോക്കുകയാണെങ്കിൽ 2013, അതായത് സൗണ്ട് തോമ ഇറങ്ങിയ അതേ വർഷം നവംബർ മാസം 22-ാം തീയതി കുഞ്ചാക്ക ബോബൻ നായകനും മിയ നായികയുമായി എത്തിയ വിശുദ്ധ് എന്ന സിനിമ റിലീസ് ചെയ്തു. ആ ഒരു സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ഫ്ലോപ്പ് ആയിരുന്നു, അതായത് ഒരു പരാജയ ചിത്രമായിട്ട് ആ ഒരു സിനിമ മാറി. നമ്മൾ ആറാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ 2014 ഡിസംബർ മാസം 19-ാം തീയതി റിലീസായ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള കസിൻസ് ആണ്. അതിൽ കുഞ്ചാക്ക ബോബൻ, ഇന്ദ്രജിത്ത്, സുരാജ് വെഞ്ഞാറമൂട്, ജോർജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രം ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി മാറി. ഇനി നമ്മൾ ഏഴാമത്തെ നോക്കുകയാണെങ്കിൽ 2016 ഒക്ടോബർ മാസം 7-ാം തീയതി റിലീസായ മോഹൻലാൽ ചിത്രം പുലിമുരുകനാണ്. ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറി. 100 കോടി എന്ന അപൂർവ നേട്ടം കൈവരിച്ച ആദ്യ ചിത്രമായിട്ട് പുലിമുരുകൻ മാറുകയും ചെയ്തു. അതായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രം, അതായത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച പുലിമുരുകൻ. ഇനി നമ്മൾ എട്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ വൈശാഖിന്റെ കരിയറിലെ ആദ്യ സംവിധാന ചിത്രമായിട്ടുള്ള 2010 പോക്കിരാജ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് 2019 ഏപ്രിൽ 12-ാം തീയതി എത്തിയ ഒരു മമ്മൂട്ടി ചിത്രമുണ്ട്, മധുരരാജ. ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. അത്യാവശ്യം തരക്കേടില്ലാത്ത കളക്ഷൻ നേടുകയും ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ 9ാമത്തെ ചിത്രമായിട്ടുള്ള 2022 റിലീസ് ചെയ്ത നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രമാണ്. ഇതിൽ ഇന്ദ്രജിത്ത്, റോഷൻ മാത്യു, അന്ന ബെന്ന തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമ വൻ പരാജയമായി തീർന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈശാഖിന്റെ 10ാമത്തെ ചിത്രമാണ്. 2022 അത് റിലീസ് ചെയ്തത്. ഏറെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിരുന്നു, കാരണം അത് മോഹൻലാലിന്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങാൻ പോകുന്ന ചിത്രം. മോഹൻലാലും വൈശാഖും ഒന്നിക്കുന്നു എന്നുള്ള ഒരു കോംബോ മാത്രമായിരുന്നു ആ ഒരു സിനിമ കിട്ടിയ ഏറ്റവും വലിയ ഹൈപ്പ്. കാരണം പുലിമുരുകൻ എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം മോഹൻലാലും വൈശാഖും ഒന്നിക്കുന്ന ചിത്രം എന്ന ലേബലിൽ വളരെയധികം പ്രതീക്ഷയോടെ വന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നത്. അത്രയും പ്രതീക്ഷയോടെ ഇറങ്ങിയ മോൺസ്റ്റർ എന്ന മോഹൻലാൽ ചിത്രം വൻ ദുരന്തമായി മാറി. അതായത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ദുരന്ത ചിത്രമായിട്ട് മോൺസ്റ്ററിനെ ഇപ്പോൾ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി ഇറങ്ങാൻ പോകുന്ന 11ാമത്തെ ചിത്രമാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഈ സിനിമയ്ക്കുണ്ട്. കാരണം പോക്കിരാജ, മധുരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം, അതായത് ഈ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അതുപോലെ തന്നെ വൈശാഖും കൂടി ഒന്നിക്കുമ്പോൾ ഈ ഒരു സിനിമ അത്യാവശ്യം പ്രതീക്ഷ വെക്കാനുള്ള വകയൊക്കെ ഉണ്ട്. എന്തായാലും വലിയൊരു വിജയമായിട്ട് സിനിമ മാറട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.